മേഘയുടെ മരണത്തിൽ സുഹൃത്ത് സുഗാന്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ഉമേഷ്, ഇവിടെ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ തെളിവുകളൊക്കെയാണ്. ഈ പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചതിൻ്റെ അടക്കം സാമ്പത്തികമായി വഞ്ചിച്ചതിൻ്റെ അടക്കം തെളിവുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി സുഗാന്താണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. ആ ഘട്ടത്തിലാണ് ഇയാളിപ്പോൾ മുൻകൂർ ജാമ്യ ഹർജി നൽകിയിരിക്കുന്നത്. അതെ മനു, സുഗാന്തിനെ തേടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയ സാഹചര്യത്തിലാണ് സുഗാന്ത് ഒളിവിലിരുന്നു കൊണ്ട് ഇപ്പോൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഈ മേഘ മരിച്ചതിന്റെ 2ാം ദിനം മുതൽ ഒളിവിലാണ് ഈ സുഗാന്തിനെതിരെ ഇതിനകം തന്നെ നിരവധി തെളിവുകൾ പുറത്തു വന്നതാണ്. ഈ മേഘയുടെ കുടുംബമടക്കം സുഗാന്തിന്റെ പങ്കാളിത്തം സംബന്ധിച്ച നിരവധി ആരോപണങ്ങൾ ഇതിനകം തന്നെ ഉന്നയിച്ചതാണ്. അന്വേഷണ സംഘത്തിന് മുൻപിലും സുഗാന്തിനെതിരെ ഇതിനകം നിരവധി തെളിവുകൾ പുറത്തു വന്നതാണ്. ഈ മേഘ മരിക്കുന്നതിന്റെ തൊട്ട് മുൻപ് ഫോണിൽ സംസാരിച്ചിരുന്നത് സുഗാന്താണ് എന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. മാത്രമല്ല, സുഗാന്ത് മേഘയെ ലൈംഗികമായും സാമ്പത്തികമായും ഒക്കെ ചൂഷണം ചെയ്തിരുന്നു എന്ന് കുടുംബം തന്നെ ആരോപിച്ചിരുന്നു. അന്വേഷണ സംഘവും അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഈ അവസാന നാളുകളിലൊക്കെ മേഘയുടെ ശമ്പളം പൂർണ്ണമായും സുഗാന്തിന് UPI വഴി കൈമാറ്റം ചെയ്തതിന്റെ അടക്കം തെളിവുകൾ പുറത്തു വന്നതാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരം സാഹചര്യങ്ങളാണ് മേഘയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതുകൊണ്ട് സുഗാന്തിനെ കണ്ടെത്തുക എന്നുള്ളത് അനിവാര്യമാണ്. ഈ സാഹചര്യത്തിൽ ആണ് സുഗാന്ത് ഒളിവിലിരുന്നു കൊണ്ട് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഇത് എപ്പോൾ പരിഗണിക്കും എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ഏതായാലും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച സാഹചര്യത്തിൽ കോടതി പറയുന്നതിനനുസരിച്ചായിരിക്കും പോലീസിന്റെ തുടർ നടപടി ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഉമേഷ് കൊച്ചിയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്.